പക്ഷെ കമൽ ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആധുനിക മലയാള സിനിമയുടെ നർമ്മം തുടങ്ങിയ ദേ ഈ മുഹൂർത്തം എന്നാണ്. അതെല്ലാ കാലം ഇവിടെ ഉണ്ടാകും, ഒറ്റ വരിയേ ഉള്ളൂ. പക്ഷേ നർമ്മം മാത്രമായിരുന്നില്ല, യഥാർത്ഥത്തിൽ ഒരു ഭാവുകത്വ പരിണാമം കൂടിയായിരുന്നു. 87 മുതൽ 2007 വരെയൊക്കെയുള്ളൊരു മലയാള സിനിമയുടെ ഒരു ട്രാൻസിഷൻ ടൈമുണ്ട്. അതിൽ ശ്രീനിവാസന്റെ പങ്ക് അതുല്യമായ പങ്കുമാണ് ശ്രീ കമൽ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കോടമ്പക്കത്ത് വെച്ചിട്ടാണ്. 1979 ഞാൻ മദ്രാസിൽ ആദ്യം ചെന്ന് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മദ്രാസിലുണ്ട്. അദ്ദേഹം വന്ന് മണിമുഴക്കവും സംഘഗാനമൊക്കെ അഭിനയിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ പി എ ബക്കറിനെ പോലെ, രാമുകാരേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ സിനിമാ യാത്ര തുടങ്ങിയ ഒരാളാണ്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് കുതിരി മാറിയിട്ട് കുറച്ചും കൂടി സാധാരണ മനുഷ്യൻ്റെ നർമ്മം കലർന്ന, ആക്ഷേപഹാസ്യം കലർന്നിട്ടുള്ളൊരു ജീവിതത്തിലെ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. പിന്നീട് അഭിനയിച്ചിട്ടുള്ളതായാലും ശരി, തിരക്കഥ എഴുതിയിട്ടുള്ളതായാലും ശരി. അപ്പോൾ അങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹം നോക്കിക്കണ്ട, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്കറിയാത്ത ഒരു പാതയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴും ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ കഥ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ തമ്മിൽ തിരക്കഥ ചെയ്തപ്പോൾ തന്നെ ആദ്യം എനിക്ക് വേണ്ടി ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നത് പാവം പാവൻ രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിലാണ്. അത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയായിരുന്നു. ആ കാലഘട്ടത്തിൽ 80കളിലെ നമുക്കറിയാവുന്ന പോലെ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കാലഘട്ടത്തിൽ സുഹൃത്തുക്കൾ പ്രണയലേഖനം എഴുതി പറ്റിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിശുക്കനായിട്ടുള്ള, അരസികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും പിന്നീട് പല കഥാപാത്രങ്ങളിലും അതിൻ്റെ ഒരു അംശങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വടക്കുകിഴക്കൻ കേന്ദ്രത്തിലും ചിന്താവിഷ്ടയ ശ്യാമളയിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു മറ്റ് പരിച്ഛേദങ്ങൾ തന്നെയാണ് ആ കഥാപാത്രങ്ങൾ. അതിലൊക്കെ തന്നെ വ്യത്യസ്തമായ കഥ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹത്തിന് റൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ പാവമ്പായ രാജകുമാരനിൽ കണ്ട ഗോപാലകൃഷ്ണനല്ല തളത്തിൽ ദിനേശനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതല്ലെങ്കിൽ ചിന്താവിഷ്ടയ ശ്യാമളയിലെ കഥാപാത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റനേകം സിനിമകളിൽ ഇപ്പോൾ അദ്ദേഹം സൈഡ് റോളിൽ അഭിനയിക്കുമ്പോഴും, മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുമ്പോഴും പോലും പ്രധാന കഥാപാത്രത്തിനെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ സഞ്ചരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഓർക്കാൻ കഴിയുമല്ലോ. ഇപ്പോൾ എൻ്റെ സിനിമ അദ്ദേഹമായിട്ട് സഹകരിച്ചത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് കാണാൻ കഴിയും. ഈ പാവമ്പായ രാജകുമാരൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സിനിമയിലും അദ്ദേഹം പ്രധാന കഥാപാത്രമായിരുന്നില്ല. ഇപ്പോൾ മഴയത്തുമ്പയിലും മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രം, അഴകിരാവണിലും മമ്മൂട്ടിയാണ്, അയാൾക്ക് അത് എഴുതുന്നതിൽ മോഹൻലാലാണ് പ്രധാന കഥാപാത്രം. അതിൻ്റെ ഓരത്തൂടെ പോകുന്നൊരു കഥാപാത്രമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒരുപക്ഷെ അവരെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഉറപ്പായും എന്ന് പറഞ്ഞാൽ കമൽ ഈ അപ്പക്കാളെ അഭിനയിച്ച സിനിമയിൽ അപ്പക്കാളയാണ്, അല്ലെങ്കിൽ ഒരു മറവത്തൂർ കമ്മിൽ കുണ്ടിക്കുള്ളിലെ ഗുണ്ടുമാമ എന്ന് പറയുന്ന മരുതാണ്. അങ്ങനെ അതിൽ അഭിനയിക്കുന്ന മെയിൻ നടന്മാരെ ഓവർപവർ ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ശ്രീനിവാസന്, ശ്രീ കമൽ. അതെ, അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള ജഗതി, നെടുമുടി വേണു ഒക്കെ ഉണ്ട്, അങ്ങനെ ആ ഒരു ശ്രേണിപ്പെട്ട ഈ ഇന്നസെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം തന്നെ എഴുതുമ്പോൾ പോലും ഒരിക്കൽ പോലും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രമേയത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയോ അതല്ലെങ്കിൽ സംഭാഷണത്തിൽ ഞാൻ ഈ ഡയലോഗ് പറയണം അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒരിക്കലും ശ്രീനിവാസന് അത്തരം വാശികൾ ഉണ്ടായിരുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ മൊത്തം കഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കഥാകൃത്താണ് മുമ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ തിരക്കഥാകൃത്താണ് മുമ്പിൽ നിൽക്കുക. നടൻ എന്നും പുറകിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിന് പരിഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച നടനോ അല്ലെങ്കിൽ ഒരു അത്രമാത്രം നടൻ എന്നുള്ള രീതിയിൽ പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വേഷം ചെയ്യാവുന്ന തിരക്കഥകൾ എഴുതാമായിരുന്നല്ലോ. അതിന് നിർമ്മാതാക്കളും ഉണ്ടാവുമായിരുന്നു, സംവിധായകരും ഉണ്ടാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പീക്ക് സമയത്തൊക്കെ തന്നെ. പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഒരു ടോട്ടൽ സിനിമയ്ക്ക് വേണ്ടി നിന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ നടൻ എന്നുള്ളൊരുപരിയായിട്ട് നിങ്ങളെ ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത് എഴുത്തുകാരെന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ശ്രീനിവാസൻ്റെ സിനിമാ ജീവിതത്തിൽ എഴുത്തു തുടങ്ങിയത് എങ്ങനെയാണ് നമുക്കറിയാം. അഭിനയിക്കാൻ വേഷം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യം പ്രിയദർശൻ്റെ സിനിമയിൽ ഓടരുതമ്മ വളറിയതിൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പേന കയ്യിലെടുത്തത്. അതിനു മുമ്പ് ഒരു കഥ പോലും എഴുതാത്ത ഒരാളാണ് ശ്രീനിവാസൻ. ചെറുകഥയൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരുപാട് തിരക്കഥകളിലൂടെ അദ്ദേഹം അനശ്വരനായി എന്നുള്ളതാണ്. അപ്പോൾ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ട് അവിടെ. പക്ഷേ അതിലുപരിയായിട്ട് എഴുത്തുകാരൻ മേലെ നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.